ഈ ആർ ജെ ബാലാജി നല്ല അടിപൊളിയായിട്ട് സൂര്യൻ എന്നെ തേച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കറുപ്പ് എന്ന സിനിമ കാണാൻ പോയ സമയത്ത് ഞാൻ സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത് ആർ ജെ ബാലാജിക്കാണ്. സൂര്യയ്ക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ആർ ജെ ബാലാജി ഈ എഴുത്തിൽ പുള്ളിക്കാരൻ്റെ റോള്, അതായത് ആ റോൾ അങ്ങ് ഗംഭീരാക്കി വെച്ചിട്ടുണ്ട്. അതായത് എഴുതി 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 ഇനി എത്ര ഒരു ഒരു സീനിൽ എന്തൊക്കെ ചെയ്താൽ പറ്റും അത്രയും എഴുതി മാസാക്കി വെച്ചിട്ടുണ്ട്. സൂര്യനെ അതായത് ഇടയ്ക്കിടയ്ക്ക് ആർ ജെ ബാലാജിയുടെ കൂടെ മാസ് കാണുമല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കോമാളി ക്യാരക്ടർ ഈ ആർ ജെ ബാലാജി. പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വലിയ വേറെ ലെവലിൽ പീക്ക് വില്ലനേഴ്സൊക്കെ കാണിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു കോമാളി ക്യാരക്ടറും. പിന്നെ സൂര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യ വളരെ നല്ലൊരു നടനാണ്. അതായത് തമിഴ്നാട്ടിലെ നല്ലൊരു നടനാണ്. തമിഴ്നാട്ടിൽ ഇപ്പം വെച്ച് നോക്കുമ്പോൾ വിജയും അജിത്തൊക്കെ ഔട്ടായി. കാരണം അജിത്ത് റേസിംഗ് ആയിട്ട് പോയി, വിജയ് ആയിട്ട് പോയി. അപ്പോൾ ഇനിയുള്ളത് സൂര്യയും വിക്രമൊക്കെയാണ്. അപ്പോൾ സൂര്യ എന്ന് പറയുന്ന നടന്നു കഴിഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പുള്ളിക്കാരന് നല്ല രീതിക്കുള്ള സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ വിജയിലേക്ക് ഒരു ലെവലിൽ എത്താൻ പറ്റുന്ന ഒരു നടനെന്ന് പറയുന്നത് ഉറപ്പായിട്ടും സൂര്യയാണ്. ആ സൂര്യ ഇതുപോലത്തേക്ക് ഒരു അവരാധിച്ച പടത്തിൽ പോയി തലവെച്ച് കൊടുക്കുന്നതാണ്. ഈ സിനിമ കണ്ട സമയത്ത് എനിക്കിത് എന്താണ് ഈ ആർ ജെ ബാലാജി, ഒരു തെലുങ്ക് പടം, ഈ ബാലയ്യയുടെ ഒരു സിനിമയുണ്ട്, ബാലയ്യ ദൈവമായിട്ടൊക്കെ അകണ്ടി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, അത് കണ്ടൊരു ഫീല്. കാരണം ആൾക്കാർ പറക്കുന്നു ഓക്കെ സൂര്യ ദൈവമാണ്, എന്നാലും ഈ കണ്ടിരിക്കണ്ടേ. അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും മറ്റേ സിംഗസൂര്യൊക്കെ വരുന്നു. സിംഗസൂര്യ അവിടുത്തെ ടെറിട്ടറിയിലെ എന്തോ ആളാണെന്നൊക്കെ പറഞ്ഞ് സിംഗസൂര്യനെയൊക്കെ കാണിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഓ ഇത് എന്താണെന്ന്. തിയേറ്ററിൽ ആകപ്പാടെ കയ്യടി ഉണ്ടായിരുന്നത് സൂര്യയുടെ സൂര്യയുടെ പേരെഴുതി കാണിച്ച സമയത്ത്. പിന്നെ സൂര്യയുടെ ഒരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ വൻ കോമഡിയാണ്. ഒരു വേറെ ഏതോ ഒരു ലോകത്ത് നിന്ന് സൂര്യ ഒരു കുതിരപ്പുറത്തൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള, അത് പറയുന്നില്ല. ആ രണ്ട് സമയത്ത് മാത്രമേ ആ പടം കയ്യടിയുള്ളത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ആകപ്പാടെ ഇത്തിരിയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു സീനുണ്ട്. ആ ഒരു സമയത്ത് സായി അഭയങ്കർ കൊടുത്ത ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഓളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് നോക്കി, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി, സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് അപരാധം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അപരാധം. ഈ സിനിമയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു റിവ്യൂ അറിയും, ഈ സിനിമ ഗംഭീരമാണെന്ന് പറയുന്നുണ്ട്. ആ പുള്ളിക്കാരൻ വേറൊരു റെട്രോനെയൊക്കെ പറയുന്നത് കണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ഒരുമാതിരി പറയുന്നുണ്ട്. ഈ സിനിമ ഗംഭീരമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ എന്ത് നിലവാരമാണുള്ളത്, ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മേക്കിംഗ് അടിപൊളിയാണ്. ഈ സിനിമയുടെ എന്ത് മേക്കിംഗ് ആണ്, എവിടെ കുറെ പൊടി, അതായത് വീണ ആൾക്കാർ തറയുമ്പോൾ അപ്പോൾ കുറെ പൊടി പറക്കും, അങ്ങനെ ഇങ്ങനെ. ഓക്കെ ഇത് ഫിക്ഷൻ പടമാണ്, ദൈവം ഇങ്ങനെയൊക്കെയാണ്, എന്നാലും കണ്ടിരിക്കാൻ പറ്റണ്ടേ. ഇതുപോലത്തെ ഒരു അവരാധിച്ച പടം. പിന്നെ കുറേ റെഫറൻസ്, വേണ്ടാത്ത കുറേ റെഫറൻസ്. പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ, ഈ ഈ ശിവകാർത്തികേയൻ്റെ ഒക്കെ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വക്കീലായിട്ട് ഒരു അവിടെ കോടതിയിലെങ്ങാണ്ടുള്ള ഒരാളാണ്. അവരെ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ അവരെ കൊള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ അവരൊക്കെ ഇറിറ്റേഷനാണ്. അവർ ഈ ഡോക്ടർ സിനിമയിലൊക്കെ ഉണ്ട്, അവരെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരൊക്കെ വൻ വെറുപ്പീരായിരുന്നു. പിന്നെ ഈ തൃഷ കിടന്ന് കോടതി കിടന്ന് കേസ് വാദിക്കുന്നുണ്ട്. അപ്പോൾ തൃഷയ്ക്ക് തന്നെ അറിയാം ഈ അവിടെ ഇരിക്കുന്ന ജഡ്ജി ഈ ആർ ജെ ബാലാജിയുടെ ആളാണെന്ന്. പിന്നെ എന്തിട്ട് തെളിയിക്കാനാണ് തൃഷ കിടന്ന് ഓരോ സംഭവങ്ങൾ പറയുന്നത്. ഈ സിനിമ എൻ്റെ ലൈഫിൽ ഞാൻ സൂര്യ ഇത്രയും ഒരു വേസ്റ്റ് സിനിമ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് പറയുകയാണ്. സൂര്യയുടെ റെട്രോ ഒരു കിടിലൻ പടമാണ്. ഇത് വെറും കൂതറ പടമാണ്. ഇത് എങ്ങനെ ഈ ഫാൻസ് ഈ സിനിമ പൊക്കി പിടിച്ചെടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു അപരാധിച്ച പടം. കാരണം എനിക്ക് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആ തരത്തിലുള്ള അപരാധമാണ് ഞാൻ ഈ സിനിമയിൽ കണ്ടത്. കുറേ പേര് ഇപ്പോൾ പറയും, നീ വേറെ ആളെ ഫാനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒരു നടൻ്റെ ഫാനല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, ഒരു കൂതറ പടം എന്ന് വെച്ചാൽ കൂതറ പടമാണ്. ഇതിനേക്കാളും റെട്രോയും കങ്കുവയും കൊള്ളാം. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, റെട്രോയും കങ്കുവയും ഇതിനേക്കാളും കൊള്ളാം. ഇതൊരു അപരാധിച്ച പടം. എനിക്ക് വേറെ ഒന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല. അപരാധം അറ്റ് പീക്ക് എന്ന് പറയാൻ പോലെ അതുകുറിച്ച് അപരാധിച്ച പടം. ആർ ജെ ബാലാജിക്ക് പുള്ളിക്കാരൻ്റെ ഒരു സിനിമ, അതായത് പുള്ളിക്കാരൻ നായകനെ താഴ്ത്തിയിട്ട് വില്ലനെ പൊക്കി. പിന്നെ ഒരു സീൻ പറയാം, ഇത് സ്പോയിലറാണ്. സിനിമയുടെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ആർ ജെ ബാലാജി മറ്റേ പുഷ്പയിൽ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ മൂത്രമൊക്കെ ഒഴിച്ചുള്ള ഒരു മാസ് സീനുണ്ട്. അതുപോലെ ഈ പുള്ളിക്കാരൻ മൂത്രമൊക്കെ ഒഴിച്ച് നടന്നൊരു മാസ് സീനുണ്ട്. അതായത് ഒരു പുതിയൊരു കോടതിയുടെ ഒരു എന്തോ സീനാണ്. അപ്പോൾ ജഡ്ജി അവിടെ ഇരിപ്പുണ്ട്. ജഡ്ജിക്ക് കാവലിട്ട് ഒരു പോലീസുകാരൻ പോലും ഇല്ല. അതായത് ജഡ്ജി ഓപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ആർ ജെ ബാലാജി മാസം കാണിച്ച് ജഡ്ജിയുടെ കൈത്തേക്ക് കൊണ്ട് കത്തിയൊക്കെ വെച്ച് ജഡ്ജിയൊക്കെ കൊല്ലാൻ നോക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ജഡ്ജിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും ഇല്ല. ആ തരത്തിലുള്ള ഒരു മൂള പോലും ഇരിക്കുന്ന ഈ ആർ ജെ ബാലാജിക്ക്. ഈ ആർ ജെ ബാലാജി എന്താണ് സത്യം പറഞ്ഞാൽ കോമാളി. അതായത് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കോമാളി ക്യാരക്ടർ. ഈ പുള്ളിക്കാരൻ്റെ എനിക്ക് ഇത് അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. എന്നാൽ ഈ പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ ഒരുമാതിരി ഒരു കോടതി സീനിലൊക്കെ പുള്ളിക്കാരൻ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് മറിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പുള്ളിക്കാരൻ ഭയങ്കര വില്ലനായിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ വൻ കോമഡി ആയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറയുകയാണ്, ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഇതിനെക്കാളും കങ്കുവയും റെട്രോയും കൊള്ളാം. സീരിയസ് ആയിട്ട് പറയുകയാണ്. റെട്രോ കിടിലൻ പടമാണ്. എനിക്ക് സൂര്യയുടെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സിനിമയാണ് റെട്രോ അടിപൊളി സിനിമയാണ്. അതെങ്ങനെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയെന്ന് എനിക്ക് അറിയില്ല. കാരണം റെട്രോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞാൽ അടിപൊളി പടമാണെന്ന്. പക്ഷേ റിവ്യൂ വളരെ മോശമായിട്ടാണ് ആരും കാണാൻ പോകാത്തത്. പക്ഷേ ഇതിന് എല്ലാവരും പോസിറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. എന്ത് കാണിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലത്തെ ഒരു കൂതറ പടം സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇത് വളരെ ആവറേജ് പടമാണ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി ചിലപ്പോൾ സൂര്യ ഫാൻസിലേക്ക് ഇത് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതുപോലത്തെ ഒരു അപരാധമൊക്കെ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വർക്കായില്ല. ഇനി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എന്ത് ഒക്കെ പറഞ്ഞാലും, നീ വേറെ ആരെ ഫാനാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കിത് ഒട്ടും വർക്കായില്ല. ഇതൊരു
കൂതറ പടമാണ്. സൂര്യയുടെ കങ്കുവയും റെട്രോ ഇതിനെക്കാളും കൊള്ളാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബൈ.